ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അധികം നമ്മൾ പൈസ മുടക്കാതെ തന്നെ നമ്മുടെ കാറിൽ എങ്ങനെ മേഷ് ഗ്രില്ല് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബമ്പർ ഗ്രില്ല് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് സാധനങ്ങൾ മാക്സിമം 500,000 രൂപ ചിലവിൽ നമുക്ക് നമ്മുടെ ബമ്പറയിലെ ഗ്രില്ല് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. കുറച്ച് നമ്മൾ മെനക്കെട്ടണം ഇതിന് വേണ്ടിയിട്ട്. കുറച്ച് മെനക്കെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രില്ല് നമ്മുടെ കാറെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബമ്പർ അഴിച്ചു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബമ്പർ അഴിക്കാൻ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബമ്പർ അടിക്കുന്ന രീതിയൊക്കെ കാണാം. നമുക്ക് എങ്ങനെയാണ് വണ്ടിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മേഷ് ഗ്രില്ല് അഥവാ ഗ്രില്ല് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇതേപോലെ ഇനി ഒരു പ്ലേറ്റ് നല്ല മിനുസമുള്ള പ്ലേറ്റുകളിട്ട് നമ്മൾ വെക്കുക. ആവശ്യത്തിന് പുട്ടിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മാത്രം നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് മാത്രം പേസ്റ്റ് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലായിടത്തും മിക്സ് ആയിട്ടില്ലെങ്കിൽ പകുതി കട്ടയാകാതൊക്കെ വരും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ബോഡി ഫില്ലറെ വെച്ച് ബോഡിയിൽ ഫില്ല് ചെയ്ത് തേക്കുക. ഞാനിവിടെ MC ഒന്നും ഉപയോഗിച്ചില്ല. ഞാൻ പുട്ടി വെച്ച് തന്നെ ലെവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പുറയിൽ ആ ഹോളിൻ്റെ പുറയിലായിട്ട് ചെറിയൊരു പേപ്പർ വെച്ചിട്ട് അതിലോട്ട് ലെവൽ ചെയ്ത് പുട്ടി പിടിക്കുകയായിരുന്നു. നന്നായിട്ട് ലെവൽ ചെയ്ത് പുട്ടി തേച്ച് പിടിപ്പിച്ചു. അതായത് 4 സൈഡിൽ ഇതുപോലെ 4 ഹോള്, 2 സൈഡിലും അപ്പുറയും 2 സൈഡിലും 4 ഹോളുണ്ട്. അപ്പം അങ്ങോട്ട് നന്നായിട്ട് പുട്ടി ലെവൽ ചെയ്ത് തേച്ച് പിടിപ്പിക്കുകയായിരുന്നു. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ നമുക്കിത് MC പുറകോട്ട് വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു MC ഉണങ്ങാൻ 1 മണിക്കൂർ 2 മണിക്കൂർ താമസം എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മേലോട്ട് നേരെ പുട്ടിയിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ 2 സൈഡും പുട്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി വാട്ടർ പേപ്പറിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വാട്ടർ പേപ്പർ മേടിച്ച് ഇതുകൊണ്ട് നന്നായിട്ട് തേച്ച് ലെവൽ ചെയ്യാം. ഇച്ചിരി
ഇച്ചിരി മെനക്കെട്ട പണിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരും. നന്നായിട്ട് നല്ല ലെവൽ കിട്ടുന്നത്, നല്ല ഫിനിഷ് കിട്ടുന്ന വരെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ലെവൽ ചെയ്യുക. രണ്ട് സൈഡ് ഇതേപോലെ തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് പുട്ടി ഈ സാൻഡ് പേപ്പർ വാട്ടർ പേപ്പർ വെച്ച് ലെവൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ മെറ്റൽസ് കിട്ടുന്ന കടയിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഏകദേശം 80 രൂപ 100 രൂപ അടുത്ത സാധനത്തിനായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലായിടത്തും മേടിക്കാനും കിട്ടും കേട്ടോ. ഇതിൻ്റെ പല ഷേപ്പിലുള്ള പല ഹോൾസിലുള്ള സാധനവും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് ആ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ആ വണ്ടിയുടെ ഗ്രില്ലിൻ്റെ ആ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് അനുസരിച്ച് ഏകദേശം വലിയ കട്ട് കുറവുകൊണ്ട് നമുക്ക് കത്രയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെക്കുക. ഈ ഗ്രില്ല് അത്യാവശ്യം മടക്കി വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉറച്ചിരിക്കും. നമുക്ക് ഇനി വേണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെ MC-യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ, ഗ്യാപ്പല്ല നമുക്ക് ഈ മടങ്ങി ഇരിക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ MC-യിൽ വെച്ച് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട ഇതേപോലെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലും പിന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലും പിന്നെ സൈഡുകളിലെല്ലാം MC-യിൽ വെച്ച് നമ്മുടെ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. MC-യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതൊരു 1 മണിക്കൂറിനുള്ളിൽ ഉണങ്ങിക്കോളും. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പിന്നെ എന്നെ കാണിച്ചാലും ഊരി പോകത്തില്ല. അവിടെ തന്നെ ഈ ഗ്രില്ല് ഇരുന്നോളും. ഇതേപോലെ സൈഡിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഗ്രില്ല് അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും. ഒരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞൊന്നും പോകത്തില്ല, പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഗ്രില്ല് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാൻഡ് പേപ്പർ തേച്ച് പിടിച്ച ഈ സൈഡിലൊക്കെ ഞാനപ്പം വൈറ്റ് പെയിൻറ്റ് മേടിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷ് കിട്ടും, നല്ല ഫിനിഷ് കിട്ടും നമ്മൾ വൈറ്റ് പെയിൻറ്റ് കൂടെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ഗ്രില്ല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയിലപ്പം നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തു. അപ്പം അടിപൊളി വണ്ടി, നല്ല ലുക്ക് നല്ല സ്പോർട്ടി ലുക്കായിട്ടുണ്ട് വണ്ടിക്ക്. ഗ്രില്ലൊക്കെ മാറ്റി മറ്റേ പഴയ കമ്പനി സാധനമൊക്കെ എടുത്ത് കളഞ്ഞാൽ അടിപൊളിയായിട്ട് കയറ്റുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇനി അടുത്ത പുതിയ മോഡിഫിക്കേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ മോഡിഫിക്കേഷൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ. ദിസ് ഈസ് ജിഷ്ണു മലയാളം.